അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأزواجه وأولاده وعترته أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتبعوا ملة إبراهيم حنيفا صدق الله العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا يا سيدنا أمة محمد ബഹുമാന്യരായ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല ഖാദി, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സംഘടന സുഹൃത്തുക്കളെ, ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സഹനത്തിൻ്റെ പരിശുദ്ധി, ഹജ്ജിൻ്റെ പവിത്രത എന്ന ബലിപെരുന്നാൾ കാമ്പയിൻ SKSSF ചുണ്ടമുക്ക് 2-4 സംഘടിപ്പിക്കുന്ന 10 ദിവസത്തെ പ്രഭാഷണ പരമ്പരയിലെ 2ാമത്തെ ദിവസമായ ഇന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണം എന്നുള്ള ത്യാഗം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നാം എല്ലാവരും കേട്ടവരാണ്, അറിഞ്ഞവരാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പവിത്രമായ ജീവിത ചരിത്രങ്ങളെക്കുറിച്ച്, അവിടുത്തെ ജീവിത വിശുദ്ധിയെക്കുറിച്ച്, അവിടുത്തെ പരീക്ഷണങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെയും ഒരുപാട് വായനകളുടെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്തായിരുന്നു മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ പവിത്രത? എന്തായിരുന്നു മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിത വിശുദ്ധി? എന്തായിരുന്നു മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണങ്ങൾ? ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെയും വായനകളിലൂടെയും
മറ്റുമായി നാം ധാരാളം വായിച്ചതാണ്, കേട്ടതാണ്. എങ്കിലും പവിത്രതയ്ക്ക് വേണ്ടി, അവിടുത്തെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന മഹാനായ ഒരു പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. പരീക്ഷണങ്ങളുടെ പറുദീസകളിലൂടെ കടന്നുപോയ ഒരു മഹാനായ വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. തൻ്റെ ചെറുപ്പത്തിൽ തന്നെ പരീക്ഷണങ്ങളുടെ പറുദീസയിലേക്ക് കടന്ന ഒരു മഹാനായ വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. തൻ്റെ പോറ്റുപ്പയായ ആസർ എന്ന് പറയുന്ന വ്യക്തി ബിംബങ്ങളെ ഉണ്ടാക്കുകയും അത് കൊണ്ടുപോയി ടൗണുകളിലൂടെ വിൽക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. ബിംബങ്ങളെ തച്ചുടച്ച കാരണം കൊണ്ട് നമ്രൂദിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് വലിക്കെറിയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ച ഒരൊറ്റ പ്രവാചകനാണ്. സുന്നത്ത് കല്യാണം എന്ന് പറയുന്ന ആ സുന്നത്ത് കല്യാണം നടപ്പിലാക്കിയത് ആദ്യത്തെ വ്യക്തി സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ ഖലീൽ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഖലീലുല്ലാഹി ആയത്. എന്തുകൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരുന്നല്ലോ. കൊറോണ ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഒരു പരീക്ഷണങ്ങളായിരുന്നു. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് തന്നെ കടന്നു വരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സത്യം. എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്നൊരു മുഅ്മിന് മനസ്സിലാക്കണം. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിത വിശുദ്ധിയിലേക്ക് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇതൊന്നും നമുക്ക് വരുന്ന പരീക്ഷണങ്ങളുടെ ഒരു അംശം പോലുമല്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ കഅബയടക്കം ജനങ്ങളെ നിയന്ത്രിച്ചിട്ട് ജനങ്ങളങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ട് റബ്ബ് നമ്മളെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. എന്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല? നമ്മൾ വളരെയധികം വെപ്രാളപ്പെടുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ധാരാളം കാലം, ഒരുപാട് വർഷം റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബേ എനിക്കൊരു പൊന്നുമോനെ തരണേ അല്ലാ, എനിക്ക് മക്കളെ തരണേ അല്ലാ. രണ്ട് കരങ്ങളും നീട്ടിക്കൊണ്ട് എനിക്ക് മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ച് അവസാനം വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞോമന പൈതലിനെ റബ്ബ് കൊടുക്കുന്നു. അത് സയ്യിദുന ഇസ്മാഈൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാത്ത ഒരു ഹജ്ജില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർക്കാത്ത ഒരു ഹജ്ജില്ല. സയ്യിദത്തുന ഹാജറ ബീബി റളിയല്ലാഹു അൻഹയെ ഓർക്കാത്ത ഒരു ഹജ്ജില്ല. പരീക്ഷണങ്ങളുടെ പറുദീസയിലേക്ക് കടന്നവരാണവർ. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഉന്നതിയിലേക്ക് എത്തിച്ചത്. നോക്ക്, നിങ്ങളുടെ വിശുദ്ധിയുടെ ഹജ്ജ് നടക്കുന്നത് അവരുടെ സ്മരണയിലൂടെയാണ്. ഉംറയ്ക്ക് വേണ്ടി സഅയ് ചെയ്യാതെ, സഫാ മറുവയുടെ ഇടയിലൂടെ സഅയ് ചെയ്യാതെ ഒരു ഉംറയും ശരിയാകൂല, ഒരു ഹജ്ജും ശരിയാകൂല. അള്ളാഹു ഇവരെ പരീക്ഷിച്ചതിൻ്റെ പരീക്ഷണ ഫലത്തിൽ വിജയിച്ചത് കൊണ്ടാണ് അവരുടെ സ്മരണ ഇന്നും നിലനിൽക്കുന്നത്. ഖിയാമത്ത് വരെ യാതൊരു മാറ്റത്തിരുത്തലുകളുമില്ലാതെ അത് നിലനിൽക്കും. കാരണം അവർ പരീക്ഷണങ്ങളിൽ റബ്ബിൻ്റെ മുന്നിൽ വിജയിച്ചവരാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ അല്ലാഹു തആല ഇവിടെ കൽപ്പന, അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നു.
കുഞ്ഞ് ജനിച്ചതിൻ്റെ കാരണമായി സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യത്തെ ഭാര്യയായ സാറ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹാജറ ബീവിയിലാണല്ലോ കുട്ടി ജനിച്ചത്. അപ്പോൾ കുട്ടിയില്ലാത്ത വിഷമം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കരുതി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ നേരെ വന്നിട്ട് ആൾ താമസമില്ലാത്ത വെറും പാറക്കെട്ടുകൾ നിറഞ്ഞ ആ മക്ക പ്രദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. കുഞ്ഞിനെയും കൂട്ടി ഭാര്യയെയും കൂട്ടിയിട്ട് അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുകയാണ്. എന്തോ ഒരു പരീക്ഷണമാണ്. അങ്ങനെ താമസിപ്പിച്ച് പോകുന്ന മഹാനവറുകൾ അവർ രണ്ടുപേരെയും തനിച്ചാക്കി പോകുന്ന സമയത്ത് ഹജറ ബീവി ഒരു ചോദ്യമുണ്ട്. പ്രിയനേ, നിങ്ങൾ പോകുകയാണോ? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ നിങ്ങളിവിടെ കൊടുന്ന് താമസിപ്പിച്ചിട്ടുള്ളത്? മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങളെവിടെ കൊടുന്ന് താമസിപ്പിച്ചത് എന്ന് വരുമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. അങ്ങനെ അവിടെ രണ്ടുപേരെയും അവിടെയാക്കി പോവുകയാണ്. പോകുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തവക്കൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരെയും അവിടെ തനിച്ചാക്കുന്നു. അങ്ങനെ മഹാനവറുകൾ മടങ്ങിപ്പോകുന്നു. അങ്ങനെ ഒറ്റക്കിരുന്ന് ഹാജറ ബീവി സമയമാകുമ്പോൾ കുഞ്ഞിന് ഭക്ഷണം തേടി അവിടെ ഇവയ്ക്ക് പോകും. അവസാന സമയമായപ്പോ കുഞ്ഞിന് വെള്ളം കുടിക്കാൻ കിട്ടാതെയായി, ദാഹം വല്ലാതെയായി, പാല് കൊടുക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോ മഹദിയായ ഹജറ റളിയല്ലാഹു അൻഹ അങ്ങോട്ടൊന്ന് നടന്നു നോക്കുന്നു, ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കുന്നു, അങ്ങോട്ടൊന്ന് നടന്നു നോക്കുന്നു, ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതാ അവിടെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ട് കുറച്ച് ദൂരം നോക്കുമ്പോഴതാ ഒരു വെള്ളം ഇങ്ങനെ ഉറവെടുത്ത് വരുന്നു. ആ ഉറവെടുത്ത് വരുന്ന വെള്ളത്തെ കണ്ടപ്പോൾ സംതൃപ്തിയോടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തോട് പറയുന്നു, സംസം, നീ അടങ്ങണേ, അടങ്ങണേ. അന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ആ വാക്ക് ഉച്ചരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അന്ന് ലോകം മുഴുവനും ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു. ആ സ്വർഗത്തിൻ്റെ ഉറവയാണ് അവിടെ. അത് സംസം കിണറിൽ നിന്ന് ഇന്നും അത് കാണാൻ നമുക്ക് ആ കിണർ കാണാൻ കഴിയില്ലെങ്കിലും ആ വെള്ളത്തിൻ്റെ പവിത്രത എത്രയാണ്. ആ വെള്ളം കൊണ്ടുപോകാത്ത, കുടിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ലോകത്തുണ്ടോ? മുസ്ലിമായ ആളുകളുണ്ടോ? മനസ്സിലാക്കണം. അങ്ങനെ ആ എന്താണ് കാരണം? 7 പ്രാവശ്യം ഒന്ന് സഫയുടെ കുന്നിലേക്ക് കയറി നോക്കും, അവിടെ വെള്ളം ഉണ്ടോ എന്ന് ഇല്ല. തിരിച്ച് ഇങ്ങോട്ട് മറുവയിലേക്ക് ഓടും, ആ കുന്നിൻ്റെ മേലെ കയറി നോക്കും. 7 പ്രാവശ്യം അവർ നടന്നു. ആ നടത്തമാണ് സഈ എന്ന് ഇന്ന് പറയാനുള്ള സഈ. അത് ചെയ്യാതെ ഒരുത്തൻ്റെ ഉംറ ശരിയാകൂല, ഒരുത്തൻ്റെ ഹജ്ജ് ശരിയാകൂല. അപ്പൊ അള്ളാഹുവിനല്ലാത്ത മറ്റൊരാളെ നമ്മൾ ആരാധിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു വ്യക്തിയിലേക്ക് ചേർത്തതാണല്ലോ. ഇപ്പൊ ഹാജറ ബീവി ഇങ്ങനെ ഓടിയത് കൊണ്ട് അവിടെ അത് സഈ എന്ന് പറയുക. അള്ളാഹുവിനേക്ക് തൗഹീദല്ലേ നമുക്ക് പറ്റുള്ളൂ, മറ്റത് ഷിർക്കല്ലേ. പൊട്ടന്മാരായ മുജാഹിദുകളും ജമാഅത്തുകളൊക്കെ അവനൊന്നും അവിടെ പോയാൽ അത് ചെയ്യാതെ അവിടെ ഹജ്ജും ഉംറയും ശരിയാകൂല എന്നത് തന്നെയാണ്. ഹജ്ജും ശരിയാവൂല, ഉംറയും ശരിയാവൂല. സഈ ചെയ്യാത്ത ഒരു ഹജ്ജും ഒരു ഉംറയും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഇത് പറഞ്ഞു വരാനുള്ള കാരണം? അങ്ങനെയാണ് ആ സംസമുണ്ടായത്. ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 7 പ്രാവശ്യം ഓടിയതാണ് ഇന്നു നടക്കുന്ന സഈ എന്ന് പറയുന്നത്. അവരിലൂടെ അവർ രണ്ടുപേരുടെയും ഖബർ സ്ഥിതി ചെയ്യുന്നത് കഅബാലയത്തിന്റെ ഉള്ളിലാണെന്നൊരു അഭിപ്രായമുണ്ട്, കഅബയിലാണെന്നൊരു അഭിപ്രായമുണ്ട്. അവരിത്തര ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണം പരീക്ഷണങ്ങളാണ്. വല്ലാത്ത പരീക്ഷണങ്ങളുടെ പറുദീസയിലാണ് അവിടെ അവർ വിജയിച്ചത്. 2 വയസ്സായ പൊന്നുമോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
വല്ലാതെ താലോലിച്ച് കൊഞ്ചിച്ച് കൊണ്ടു കിടക്കുന്ന പ്രായത്തിലാണ് അള്ളാഹുവിൽ നിന്നൊരു സ്വപ്ന ദർശനമുണ്ടാകുന്നത്, വിളിവേളം വരുന്നത്. ഓ ഇബ്രാഹിം, അങ്ങയുടെ പൊന്നുമോനെ ബലിയെറുക്കണേ, അങ്ങയുടെ മോനെ നീ ബലിയെറുക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ സ്വപ്നത്തിലൂടെ അറിയിക്കുന്നു. ഒന്നാം സ്വപ്നം കണ്ടു, എഴുന്നേറ്റ് നോക്കി, പൈശാചിക സ്വപ്നമാണെന്ന് കരുതിക്കൊണ്ട് മഹാനവറുകൾ വീണ്ടും കിടക്കുന്നു. രണ്ടാമതും എഴുന്നേൽക്കുന്നു, ഈ അശ്ലീലി കേട്ടതിന് ശേഷം വീണ്ടും കിടക്കുന്നു. മൂന്നാമതും അത് കേട്ടു, സ്വപ്നത്തിലൂടെ കണ്ടപ്പോ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എഴുന്നേൽക്കുകയും തൻ്റെ ഭാര്യയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിക്കൊണ്ട് പറയുന്നു, ഓ പ്രിയപത്നി, നമ്മളെ മോനെയൊന്ന് കുളിപ്പിക്കണം, നല്ല വസ്ത്രം ഉടുപ്പിക്കണം. അങ്ങനെ മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചെയ്യുന്നു. കുഞ്ഞോമന മോനെ കുളിപ്പിക്കുന്നു, വസ്ത്രം മാറിക്കൊടുക്കുന്നു, തുരതുരാ ഉമ്മ വെക്കുന്നു. പോകുമ്പോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് കുഞ്ഞിനോട് അവർ പറഞ്ഞില്ല. ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞുമോൻ ഇതാ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ഉപ്പയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മിനാ താഴ്വരയിൽ എത്തുന്നു. മിനയുടെ ആദ്യ ഭാഗത്തെത്തിയപ്പോൾ അതാ ലഅനത്താക്കപ്പെട്ട ശൈത്താൻ വന്നുകൊണ്ട് പറയുന്നു, ഓ ഇസ്മായിലേ, മോനെ, നിന്നെ കൊണ്ടുപോകുന്നത് അറുക്കാൻ വേണ്ടിയാണ്. ഉപ്പ നിന്നെ ഇത്ര സന്തോഷത്തോടു കൂടി പുതുവസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത് അറുക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ട ഉടനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവർ രണ്ടുപേരും കൂടി ഇബ്ലീസിനെ കല്ലെടുത്തെറിയുന്നു. കുറച്ചും കൂടി മേലോട്ട് കയറിയപ്പോൾ മഹാനായ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വിളിച്ചു പറയുന്നു, ഓ മോനെ, ഞാൻ പറയുന്നത് കേൾക്കടാ മോനെ, നിന്നെ കൊണ്ടുപോകുന്നത് സന്തോഷിപ്പിക്കാനല്ല, നിന്നെ അറുക്കാൻ വേണ്ടിയാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കല്ലെടുത്തെറിയുകയാണ്. വീണ്ടും മൂന്നാമത്തെ സ്ഥലത്തേക്ക് എത്തി. അവിടെ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. അവിടെ എത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറയുന്നു, ഓ കുഞ്ഞുമോനെ, ഞാൻ പറയുന്നത് കേൾക്ക് മോനെ, നിന്നെ കൊണ്ടുപോകുന്നത് അറുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കല്ലെടുത്ത് എറിയുന്നു. ആലോചിച്ച് നോക്കണം, ഇബ്ലീസിനെ എറിഞ്ഞു ഓടിപ്പിക്കുന്നു. ആ ഒരു കല്ലേറാണ് ഇന്ന് ഹജ്ജിന് പോകിയാൽ നടത്തുന്നത്. ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഊല, 3 സ്ഥലങ്ങളാണ് കല്ലെറിയുന്നത്. അന്നവർ കല്ലെറിഞ്ഞ ആ സ്ഥലങ്ങളാണ് ഇന്ന് ഹാജിമാർ കല്ലെറിയുന്ന സ്ഥലം. ഷെയ്ത്താനിനെ എറിഞ്ഞോടിപ്പിച്ചിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവരിൽ നിന്നത് കേൾക്കൂല എന്ന് കണ്ടപ്പോൾ നേരെ ഹാജറ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നിട്ട് ഇബ്ലീസ് പറയുന്നു, ഓ ഹാജറ, അങ്ങയുടെ മോനെ കൊണ്ടുപോയത് അങ്ങാടിയിലേക്കല്ല, പുതുവസ്ത്രം വാങ്ങാൻ വേണ്ടിയല്ല, മറ്റു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയല്ല, നിന്റെ ഭർത്താവ് കൊണ്ടുപോയത് മോനെ അറുക്കാൻ വേണ്ടിയാണ്. ഹാജറ ബീബി റളിയല്ലാഹു അൻഹയും അവിടെ നിന്ന് കല്ലെടുത്ത് എറിഞ്ഞോടിപ്പിക്കുകയാണ്. ഇബ്ലീസിനെ ഓടിപ്പിച്ചു. അവരാ പരീക്ഷണങ്ങളിൽ വിജയിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ മിനായുടെ ഇപ്പോൾ ജിറാന എന്ന പള്ളിയിലേക്ക് നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മിനയിലെ വഴിയാണ് കടന്നു പോകുമ്പോൾ മിനയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു അടയാളമുണ്ട്, മദ്ബഹ് ഇസ്മായിൽ എന്ന് എഴുതി വെച്ചിട്ടുള്ള സ്ഥലം. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം. അങ്ങനെ പൊന്നുമോനെ കൊണ്ടുപോയി. മനസ്സിൽ വിഷമമുണ്ട്.
അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്, ഇതിൽ വിജയിച്ചേ പറ്റൂ എന്നുള്ള മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വല്ലാത്ത ധൈര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരെ പൊന്നുമോനെ കൊണ്ടുപോയിട്ട് മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ വേണ്ടി കിടക്കാൻ മോനോട് എങ്ങനെ പറയും? അങ്ങനെ പൊന്നുമോൻ പറയുകയാണ്, ഉപ്പ തിഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, നിങ്ങൾ അല്ലാഹു കൽപ്പിച്ചതുപോലെ ചെയ്യുക, ഞാൻ ക്ഷമിക്കും. ഒരു ഉപദേശം കൊടുക്കുകയാണ്, പ്രിയ ഉപ്പ, എന്നെ അറുക്കാൻ വേണ്ടി നിങ്ങൾ കടത്തുമ്പോൾ എൻ്റെ 2 കൈകാലുകൾ ബന്ധിക്കണം. കാരണം ഞാൻ കടന്നു പിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ട ഉപ്പ, അതുപോലെ എൻ്റെ വസ്ത്രം നിങ്ങൾ ഊരണം. എൻ്റെ ഉമ്മാക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. അതിലേറ്റം അല്പം രക്തം കണ്ടാൽ എൻ്റെ ഉമ്മ ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല ഉപ്പ. ആയതുകൊണ്ട് എൻ്റെ വസ്ത്രങ്ങൾ ഊരണം. മാത്രമല്ല, എന്നെ മലർത്തി കടർത്തി നിങ്ങൾ അറുക്കരുത്. അങ്ങക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വിഷമത്തോടുകൂടി പറഞ്ഞതുപോലെ ചെയ്യുന്നു. കമഴ്ത്തി കിടത്തി തൻ്റെ പൊന്നുമോൻ്റെ കൈകാലുകൾ ബന്ധിപ്പിക്കുന്നു, വസ്ത്രമെല്ലാം അയച്ചു മാറ്റുന്നു. അങ്ങനെ അറുക്കാൻ വേണ്ടി കത്തിയെടുത്ത് കഴുത്തിലേക്ക് ആ കത്തി വെച്ചപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തവക്കൽതു അലല്ലാഹ് എന്നുള്ള വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അറുക്കാൻ വേണ്ടി വല്ലാതെ കഴുത്തിലേക്ക് അമർത്തിയിട്ടും കഴുത്തിൻ്റെ ഒരു അംശം പോലും മുറിയുന്നില്ല. വീണ്ടും അറുക്കാൻ ശ്രമിക്കുന്നു, കഴുത്ത് മുറിയുന്നില്ല. വീണ്ടും അമർത്തുന്നു, കഴുത്ത് മുറിയുന്നില്ല. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഒരു കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് അതാ തൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടുമായി വരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ഒരു മേലിൽ നിന്നൊരു അശരീരി കേൾക്കുന്നു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബിയെ, അങ്ങ് വിജയിച്ചിരിക്കുന്നു, പരീക്ഷണങ്ങളിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിശുദ്ധ വാക്ക്. അങ്ങനെ മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ആടിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് ആ ആടിനെ അറുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു. അപ്പോൾ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ അവർ 3 പേരും കൂടി ആ തക്ബീർ പൂർത്തിയാക്കുന്നു. തക്ബീർ പൂർത്തീകരിച്ച് ആടിനറുത്ത് സന്തോഷരാകുന്നു. എത്ര വലിയ പരീക്ഷണമാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കളെ അങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിലും നമ്മളെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇസ്ലാമിൽ നിന്നങ്ങ് പോവും. എന്തൊരു നിയമമാണ്, എന്തൊരു മതമാണ്, എന്തൊരു ആചാരമാണ്, എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ മാറിപ്പോകൂലേ? ഇവിടെ വിജയിച്ചതെന്താ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അവർ വിജയിച്ചു. അള്ളാഹ് കൊടുത്ത ഏത് കാര്യവും തെറ്റില്ലാതെ ചെയ്തവർ അവരാണ്. അതുകൊണ്ട് അവരെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പല അടയാളങ്ങളും അവിടെ അവശിഷ്ടങ്ങളും എല്ലാം അള്ളാഹു അവരുടെ പേരിലുണ്ടാക്കി. നോക്ക്, നിങ്ങൾ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുക? സ്വർഗത്തിൽ ഒരുപാട് പദവികൾ കിട്ടൂലേ?
നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിൽ വളരെ കുടുസായ നിയമങ്ങളാണ്. പരിശുദ്ധമായ ഇസ്ലാം വല്ലാത്ത പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിപ്പോകുന്നില്ലേ? ഇസ്ലാമിൻ്റെ പേര് പറയുന്നില്ലേ? ദീനിൽ ജീവിച്ചത് കൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് പറയുന്നില്ലേ? എവിടെയാണ് നമ്മുടെ പോക്ക്? എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? വളരെ വേദനാജനകമായ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇസ്ലാമിനെ വിമർശിക്കുന്നില്ലേ? ഇസ്ലാമിനെ വല്ലാതെ പരിഹസിക്കുന്നില്ലേ? എവിടെയാണ് മറ്റുള്ള മതങ്ങളിൽ ഇസ്ലാമിനേക്കാൾ സ്ഥാനം പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത്? മനസ്സിലാക്കണം നിങ്ങൾ. ഒരു പെണ്ണിന് കൊടുത്ത സ്ഥാനമാണ് ഹാജറ റളിയല്ലാഹു അൻഹ. ഓടി നടന്നില്ലേ സഫ മർവയുടെ ഇടയിൽ? 7 പ്രാവശ്യം നടന്ന് അത് സഅയായി അള്ളാഹു ഖിയാമത്ത് വരെ വരുന്ന ആളുകൾ ചെയ്തിട്ട് അങ്ങനെ പോയി സഅയ് ചെയ്യാത്ത ഹജ്ജും ഉംറയും റബ്ബ് സ്വീകരിക്കൂല. ഒരു പെണ്ണിന് അള്ളാഹു സ്ഥാനം കൊടുത്തില്ലേ? ഏത് മതത്തിലാണ് ഇങ്ങനെ സ്ഥാനം കൊടുത്തിട്ടുള്ളത്? മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം പവിത്രമാണ്. പരിശുദ്ധമായ ഇസ്ലാം ഭംഗിയാണ്. പരിശുദ്ധമായ ഇസ്ലാം ആവേശമാണ്. പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ എല്ലാമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകിയ മതം ഇസ്ലാമാണ്. സ്ത്രീയുടെ ഔറത്ത് കാണിക്കരുതേ, അന്യപുരുഷന്റെ മുന്നിൽ ഔറത്ത് കാണിക്കരുതേ എന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഇസ്ലാമാണ്. കാരണം നീ ശിക്ഷിക്കപ്പെടും, നീ ആക്രമിക്കപ്പെടും എന്ന കാരണം ഇസ്ലാം മുന്നേ തന്നെ പറഞ്ഞു വെച്ചത് അതാണ്. നിന്റെ ശരീരത്തിന്റെ ഭംഗി നീ പുറത്തേക്ക് കാണിക്കരുത് പ്രിയപ്പെട്ട പെങ്ങളെ എന്ന് വിശുദ്ധ ഖുർആൻ ഇസ്ലാം കൽപ്പിച്ചത് നിന്നെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ അതൊക്കെ ധിക്കരിച്ചതിന്റെ കാരണമായിക്കൊണ്ട് പല സ്ഥലത്തും ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നീ നിന്റെ ഔറത്തിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം സുരക്ഷിതത്വമാണ്. ഇസ്ലാം അല്ലാത്തത് എവിടെയാണ് സുരക്ഷിതത്വം എന്ന് ഇസ്ലാം വിരോധികളോട് ചോദിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അതിലേക്കുള്ള ചുവടുവെപ്പാവണം നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട്. പരീക്ഷണങ്ങളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ധാരാളം പരീക്ഷണങ്ങൾ, ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാകണം നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണങ്ങൾ കണ്ടിട്ടില്ലേ? ആ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിജയിച്ച ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തിയില്ലേ? അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് അള്ളാഹു ചേർത്ത് പറഞ്ഞില്ലേ? ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നൽകുന്നത് പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ഒരാളെയും നിർബന്ധിപ്പിച്ചു ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അതിനെ നമ്മൾ നേരിടണം. അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ഇബ്രാഹിമിയ മില്ലത്തിനെ പിൻപറ്റാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. പെരുന്നാൾ കടന്നു വരികയാണ്. പള്ളികളിലേക്ക് കുറേ ആളുകൾക്ക് വരാൻ കഴിയില്ല. അതും ഒരു പരീക്ഷണമാണ്. ഇബ്രാഹിമിയ ചരിത്രം ഓർമ്മ വരണം. പരീക്ഷണങ്ങൾ വിജയിച്ച ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. പള്ളികൾ തുറക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും ജമാഅത്തായി പെരുന്നാൾ നിസ്കരിക്കണം. അവിടെ പരീക്ഷണങ്ങളെ നമ്മൾ വിജയിക്കണം. പുറത്തിറങ്ങാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ വീട്ടിലിരുന്ന് സന്തോഷത്തോടുകൂടെ പെരുന്നാൾ കൊണ്ടാടണം. കൊറോണയല്ലേ, കൊറോണ റബ്ബ് എന്തിനാ തന്നെ, അതുകൊണ്ട് ഞാൻ പെരുന്നാൾ കഴിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. മുഅ്മിൻ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കലാണ്. അതാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ പരീക്ഷണത്തിൽ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈർ ചൊരിയട്ടെ. ഇസ്സത്തിന്റെ വാതിൽ റബ്ബ് തുറന്നു തരട്ടെ. സന്തോഷം നിറഞ്ഞ ജീവിതം അങ്ങോട്ട് റബ്ബ് തരട്ടെ. നമുക്ക് എത്തിപ്പെട്ടിട്ടുള്ള മഹാമാരിയായ കൊറോണ വൈറസിന്റെ ഷർറിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഈ 10 ദിവസത്തെ പ്രഭാഷണങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ശ്രവിക്കുകയും അത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെല്ലാം പിന്തുണയും നൽകി പ്രിയപ്പെട്ട സംഘടനയും പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മയൊക്കെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു സന്തോഷവും റാഹത്തും നൽകട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് ഇതുവരെയായി മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എല്ലാ നിലയിലും സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി ഐക്യത്തോടുകൂടി പെരുന്നാൾ കൊണ്ടാടുവാനും
റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പള്ളികളൊക്കെ തുറന്ന് എല്ലാവരും കൂട്ടമായി ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു അവസരം റബ്ബ് നമുക്കൊക്കെ നൽകട്ടെ. അള്ളാഹു നമ്മയൊക്കെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടുകൂടി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.